ഓൻ ഇങ്ങോട്ട് വന്നോട്ടെ. ഇനിയിപ്പൊ നിങ്ങളൊന്നും പറയാൻ പോണ്ട. ജിന്റെ മുന്നിന്ന് പെയ്ക്കോ, അതാ കാരണം നല്ലത്. ഒരൊറ്റ ഒന്നിനെ കൊണ്ടൊരു ഉപകാരം ചെയ്യില്ല. ഓൻ അവിടെ പറ്റാത്തോണ്ടല്ലേ, അന്യ നാടല്ലേ. ചെറുക്കൻ എന്തെങ്കിലും പറ്റിയാ പിന്നെ പറഞ്ഞിട്ട് കാര്യണ്ടോ? എത്ര പൈസ ചെലവായത്. ഇതൊന്നും ഞാൻ എടുത്തു വെച്ച പൈസ അല്ല, അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങിയ പൈസയാണത്. അതൊന്നും ഓർക്കണ്ടവന് 2 മാസം തേച്ച് നിന്നില്ല. ഇതൊക്കെ ആര് കൊടുത്ത് വീട്ടാനാ? പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ എനിക്ക്. ഉണ്ടായ 3 എണ്ണം, ഒന്ന് പെൺകോന്നിനുമായി, ഒന്ന് പൊട്ടനുമായി. ഇതിപ്പോ എങ്ങനെ? ഹസൻകാ, ഓന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ്. നിങ്ങളെന്തിനാ ഈ ബേജാറാണ്? ഓൻ എന്തെങ്കിലുമൊക്കെ കണ്ടിണ്ടാവേ. അനക്കറിയില്ലേ ഓനെ ഞാൻ ഇവിടുന്ന് എങ്ങനെ കയറ്റി വിട്ടേന്നുള്ളത്? ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് ആലോചിക്കുമ്പോഴേ വയറിന്റെ ഉള്ളിൽ കൂടി കാണല. ഓൻ വന്നു എന്നറിഞ്ഞാലേ നാളെ തൊട്ടിട്ട് കടക്കാരേ ഇങ്ങോട്ട് വരൂലേ. ഇജും ഞാനൊക്കെ കുറെ കാലം ഗൾഫിൽ നിന്നീന്നല്ലേ. ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ടല്ലേ നമ്മളവിടെ നിന്നീന്നത്. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇപ്പൊ എന്താ, 3 ആൺകുട്ടികളല്ലേ. വയസ്സാം കാലത്ത് ഇച്ചെന്തായാലും ഒരു സ്വസ്ഥത ചില്ല. ഈ വളപ്പിന്റെ പരിസരത്ത് തന്നെ കണ്ടുപോകരുത്. എന്തെങ്ങൾക്ക് ഓൻ ഇങ്ങോട്ടൊന്ന് കേറിക്കോട്ടെ. ഇപ്പൊ ഈ പടി ഇറങ്ങിയാലേ എനിക്ക് ഈ പെരയിൽ സ്ഥാനം ഉണ്ടാവില്ല. കയറി പോവാത്ത്. എന്താ ഹസൻകായി പറയണ നിങ്ങള്? ഓനായിട്ട് വിളിക്കേ. ഓ എങ്ങോട്ട് പോവാനാ? നമുക്ക് ആത്തിരുന്നോടെ സംസാരിക്കാം. ഇതിൽ എന്ത് സംസാരിക്കാനാ സാധനോ? മൂത്തോനെ പോലെ തന്നെ ഓനും തോന്നുന്റെ നെഞ്ഞത്തൊരു ചവിട്ട്. എന്റെ മയ്യത്തൊന്നും ഇവിടുന്ന് എടുത്ത് കണ്ടാ മൈ വെച്ച്. ഈ ഇപ്പൊ കാര്യാക്കണ്ട. മൂപ്പര് സങ്കടം കൊണ്ട് പറയാ. ഈ അങ്ങോട്ട് കേറ്, നമുക്കെല്ലാം ശരിയാക്കാം. ഇജ് വാ, ഇപ്പൊ കേറ്. മനസ്സുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല പാപ്പ. കുറെ പ്രശ്നങ്ങളുണ്ട്. ഇച്ചൊന്നും കേക്കണ്ട. എല്ലാരും കൂടി എന്നെ ചതിച്ചു. ചന്റിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പാപ്പ, ഞാൻ ഇവിടെ പണിയെടുത്ത് വീട്ടിക്കോളാം. കടമൊക്കെ അവിടെ 16 മണിക്കൂറാ പണി. ആകെ തളരാണ്. ലീവും ഇല്ല. 2 ആഴ്ച മുന്നേ വിളിച്ചപ്പോഴേ ഈ ബുദ്ധിമുട്ടല്ലല്ലേ ഇജ്ജ് പറഞ്ഞത്. പിന്നെ എനക്ക് എപ്പോഴാ ഈ പുതിയ ഒരു ബുദ്ധിമുട്ട് വന്ന്? പിന്നെ പാപ്പ സൻക, സംഗതി അതൊന്നുമല്ല. നിങ്ങൾ ശാന്തമായിട്ട് ഞാൻ പറഞ്ഞൊന്ന് കേൾക്കോ. നമ്മളെ ഇർഷും മേലെപ്പറമ്പയിലെ മോമീന്റെ മോളും ഇഷ്ടത്തിലാണ്. ചെറുപ്പം മുതലേ ഉള്ള ഇഷ്ടമാണ് അവർ തമ്മിൽ. മോമീനും കുടുംബക്കാർക്കും ഈ ബന്ധത്തിന് നമ്മളോട് ഒരു താല്പര്യമില്ല. ഓൻ ഇല്ലാത്ത തക്കം നോക്കിയിട്ട് കുട്ടിന്റെ നിക്കാഹ് നടത്താനുള്ള പരിപാടിയിലായിരുന്നു പോലും. പെണ്ണിനാണെങ്കിലേ ഓനെ തന്നെ വേണമെന്നാ പറയണത്. അപ്പൊ അത് അറിഞ്ഞിട്ട് ഇവ ഓടിച്ചാടി പോന്നതാ അവിടുന്ന്. ഓളാണെങ്കിൽ കല്യാണത്തിന് സമ്മതിക്കണില്ല, ചാവുന്നാ പറയണത്. ഒന്നും അറിയാത്തോണ്ടും മനസ്സിലാക്കാത്തോണ്ടൊന്നല്ല. സത്യം പറഞ്ഞ ഇതാണ് എന്റെ അവസ്ഥ. ഞാൻ ഗൾഫിക്ക് പോകണമെന്നും കടങ്ങൾ വീട്ടണം എന്നൊക്കെ ആദ്യം ചിന്തിച്ചത് ഓളായിരുന്നു. ഓൾക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിങ്ങോട്ട് വിളിക്കില്ലായിരുന്നു. ഓൾക്ക് നമ്മളെ അവസ്ഥയൊക്കെ നല്ലോണം അറിയാം. ഈ ഇടങ്ങാറൊന്നും പോരാത്തോണ്ടോ ഇപ്പൊ ഇതും. ഓലൊക്കെ ഏതാ ടീം എന്ന് എനിക്കറിയില്ല. ഇന്നെ കൊണ്ട് ഇനി ഒന്നും ആവൂല. കുട്ടിയെ കൂടൂല. എന്താന്ന് വെച്ചാ നിങ്ങൾ ആലോചിച്ച് ചെയ്തൂ. ഇല്ല, ഇത് ഞാൻ നോക്കിക്കോളാം. പാപ്പാനെ ഞാൻ ഇടങ്ങേറാക്കില്ല. അതിനുള്ള വഴി ഞാൻ കണ്ടുപോകും. പിന്നെ ഇവിടുത്തെ ബാധ്യത അത് ഞാൻ ഇവിടുന്ന് തന്നെ പണിയെടുത്ത് തീർത്തോളാം. ഇങ്ങനത്തെ കല്യാണം കേൾക്കുമ്പോ തന്നെ പേടിവെച്ച്. മൂത്തോന്റെ സ്ഥിതി എന്താ? ഇക്ക, എനിക്ക് വയ്യ. നിങ്ങളെ കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യ. സത്യം പറഞ്ഞാ എനിക്ക് പേടിയാ. നിങ്ങളെ അസുഖം എന്താന്ന് പോലും എനിക്ക് അറിയണില്ല. എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ അമ്മക്ക് മാത്രം എങ്ങനെ ഒന്നും സഹിക്കാൻ കഴിയുന്നില്ല. ആകെപ്പാടൊരു പോയിച്ചില്ല. നാട്ടുകാരും കൂട്ടുകാരൊക്കെ പറയണതൊക്കെ ഭ്രാന്താണെന്ന് അമ്മച്ചേ. അതൊന്നും ഇല്ലാതെ കാണിച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഒറ്റക്കാവാണ്. എല്ലാരും ഇട്ട് പോവാണ്. അനക്കൊന്നുമില്ലടാ, ഒക്കെ വെറുതെ തോന്നണതാ. പോണവരൊക്കെ പോട്ടെ, അനക്ക് ഞങ്ങളില്ലേ. ഇജ്ജ് ഇടങ്ങേറാവണ്ട. പഠിച്ചോൻ എന്തേലും ഒരു വഴി കാണിച്ചു തരും. ഉമ്മ, എന്തിനാ ഓള് പോണത്? ഞാൻ എന്ത് കാട്ടിയിട്ട് എങ്ങനെയൊക്കെ? ആരും എന്നെ മനസ്സിലാക്കണില്ല. ഓളോട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തൊക്കെ ഒന്നും മനസ്സിലാവില്ല അമ്മച്ചേ. എന്റെ ബന്ധുക്കാര് വിളിച്ചിരുന്നു.
ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. കുട്ടിയെ ഇജ്ജ് പറഞ്ഞ ഇല്ലപ്പാ, ഞാൻ ഈ വണ്ടി ഇരുന്നോളാം. ഇജ്ജോട് പോരേ. അപ്പേ നമുക്ക് വളച്ചിട്ടില്ലാതെ കാര്യങ്ങളോട് പറയാം. ഇത് ഒരിക്കലും ഇനി മുന്നോട്ട് പോകില്ല. ഓൾക്കാണെങ്കിൽ ഒട്ടും താല്പര്യമല്ല. പിന്നെ ഇപ്പൊ കുട്ടികളും മക്കളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ വക്കീലിനെ കണ്ട് പേപ്പറൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാന്യത എന്ന നിലയ്ക്ക് ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളോട് വിവരം പറയാന്ന് പറഞ്ഞു. അല്ല, നമ്മളെ കുട്ടിയോട് ഒന്നും കൂടി ഒന്ന് സംസാരിച്ചിട്ടൊന്ന് ആലോചിച്ചിട്ട് പോയി. ഇതിലിപ്പോ ആലോചിക്കാനും സംസാരിക്കാനൊന്നും ഇല്ല. എനിക്ക് എന്റെ പെങ്ങളെ ഭാവി നോക്കണം. അമ്മാരി ചതിയെ ഞങ്ങളോട് ചെയ്തിക്കണതേ. നിങ്ങളവിടെ പാരും ചതിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ പറയണ പോലത്തെ ഒരു പ്രശ്നവും എന്റെ കുട്ടിക്കില്ല. കുറച്ച് മുണ്ടാട്ടം കുറവാണ്, അല്ലാണ്ട് ഭ്രാന്തൊന്നുമില്ല. നിങ്ങളെ പെണ്ണിന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയും, അല്ലാണ്ട്. എന്റെ കുട്ടിക്ക് യാതൊരു പ്രശ്നമല്ല. നിങ്ങളെ കുട്ടിക്ക് തന്നെ പിരാന്ത്. ഇത്രയും കാലങ്ങൾ ഓനെ ചികിത്സിച്ചത് എന്തുകൊണ്ടാ? എന്റെ കുട്ടിന്റെ പണ്ടം മുഴുവൻ വിറ്റിട്ടാണ്. ഇതൊന്നും ഞങ്ങൾ അറിയില്ല ഞങ്ങൾ കരുതിയത്. എന്റെ കുട്ടിന്റെ ജീവിതം തൊലച്ചിക്കണത്. നിങ്ങളെ എല്ലാരും ഞാൻ കോടതിക്ക് കയറ്റും, നോക്കിക്കോളിങ്ങൾ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, ഒന്ന് കാണാം. ഇജ്ജ് അവിടെ നിന്ന് എന്താ? ജയ് കുടുംബത്തിൽ തന്നെയല്ലേ? ഇവിടെ നടക്കണ വല്ല കാര്യങ്ങളും ഇജ്ജ് അറിയണ്ടോ? മാസം ഒരു 1000 ഉറുപ്പ്യ തന്നു വിചാരിച്ചിട്ട് എല്ലാം ആയിന്നാ? അനക്ക് നാണെടാ ഇങ്ങനെ പെണ്ണുങ്ങളെ മാപ്പിളായിട്ട് നടക്കാന്. അതിനെങ്ങനെ? ഒന്നില്ലെങ്കിൽ നട്ടലിന്റെ ബലം വേണം, അല്ലെങ്കിൽ കെട്ടിയ പെണ്ണിന്റെ സ്വഭാവമെങ്കിലും നന്നാവണം. അങ്ങനെ ഓലിന്റെ മാപ്പിളയായി നടക്കണോണ്ടാ നിങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ നെളിഞ്ഞു നിക്കണത്. വൈകാതെ നിങ്ങൾ എല്ലാരും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. ഇജ്ജ് ആരുടെ ഞങ്ങളെവിടെ നിന്ന് ഇറക്കി വിടാന്? ഇജ്ജു എന്റെ മാപ്പിളയെ ഇറങ്ങി പോണ്ടി വരും. അതിനിത്തിരി കുളിച്ചും. ഇത് ഇന്റെ പേരെയും പറമ്പാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അതെങ്ങനെയാണ് എന്റെ പേരെയും പറമ്പ് ആവണത്? ഇത് എന്റെ മാപ്പിള അധ്വാനിച്ച് ഉണ്ടാക്കിയതല്ലേ? അയ്യടാ, അതൊക്കെ പണ്ട്. ഇതിപ്പോ ഇന്റെ പേരിലാണ്. അല്ല, നിങ്ങളിതൊന്നും കേൾക്കണില്ലേ? നിങ്ങൾക്കൊന്നും പറയാനുമില്ലേ? അല്ലേലും ഓരോടൊന്നും മുഖത്ത് നോക്കി പറയാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. നിങ്ങളിങ്ങനെ കുന്തം വിഴുങ്ങ പോലെ കുത്തിർക്കാണ്ട് തൊള്ളെന്ന് തുറന്നൂടി. മൂപ്പരൊന്നും മുണ്ടൂല, മുണ്ടാൻ കോലല്ല. അപ്പൊ ആ വിവരൊന്നും നിങ്ങളടുത്ത് ഇല്ലല്ലേ? ഞാനൊരു കാര്യം പറയാം, 1 മാസത്തിനുള്ളിൽ എല്ലാരും ഇവിടെ നിന്ന് ഇറങ്ങണം. നീ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. എന്തൊക്കെ ഇവിടെ നടക്കണേ? എനിക്കൊരു പിടുത്തം കിട്ടണില്ല. എന്തായാലും ഒക്കെ ഇടങ്ങേറാണ്. അതിന്റെ ഇടയിൽ കൂടെ എന്റെ കല്യാണക്കാരും കൂടി മുക്കിക്കളയാതിരുന്നാ മതി. എന്നാലും അസക എന്ത് പൊട്ടത്തരങ്ങൾ കാണിച്ചത്? ഇതൊക്കെ ചെയ്യണതിന്റെ മുമ്പ് ഞങ്ങളോടൊക്കെ ഒന്ന് ചോദിച്ചുകൂടാന്നില്ല നിങ്ങൾക്ക്? എന്തിനാ ഇമ്മാനോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടാന്നില്ല? അന്ന് എന്റെ ഉമ്മാന്റെ ഓപ്പറേഷത്തിനെ 30 ലക്ഷം ഉറുപ്പ്യ വേണ്ടീന്ന്. കുടുംബക്കാരോടും നാട്ടുകാരോടൊക്കെ ഞാൻ ചോദിച്ചു, ഒരു മനസ്സെന്നെ സഹായിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടുന്ന് ഡയലോഗ് അടിച്ചു പോയില്ലേ? ഓളെ വാക്കണിച്ചാ 30 ലക്ഷം ഉറുപ്പ്യ തന്നിക്കണ്. അന്നൊരു ഉറപ്പിന് വേണ്ടിയിട്ടേ കൊടുത്താണ് ഞാൻ ഈ പെരയുടെ ആധാരം. അതിപ്പോ ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പൈസ കൊടുക്കാതെ ആധാരം തിരിച്ചു ചോദിക്കാനും പറ്റൂല. അന്ന് എന്റെ ഉമ്മാന്റെ കടപ്പുണ്ടല്ലോ, അയച്ച് സഹിച്ചില്ലടാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇറങ്ങാൻ പറഞ്ഞ സ്ഥിതിക്കേ വാടകപ്പേര നോക്കുക. അള്ളാന്റെ ഭൂമിയിലേ മരിച്ചോളം ജീവിച്ചണ്ടേ? എന്നാലും ഇങ്ങനൊക്കെ ആയത് ഞാൻ കാരണല്ലേ? നിങ്ങൾ ഇങ്ങനൊന്നും ചിന്തിക്കല്ലേ. പടച്ചോൻ പല പരീക്ഷണം നടത്തും മനുഷ്യന്റെ മേല്. അല്ലമ്മ, അപ്പൊ എന്റെ നിക്കാതെ നടക്കൂല? തീർച്ചയോ ഇജുണ്ടെന്നാ ഒരു കാര്യം പറയണ്ടാണ്. ഒരു പാപ്പുറത്തുക. എന്താ മനസ്സാ നിങ്ങളെ മൂന്തെങ്ങനെ? ഇജ്ജ് എന്നാലും ഇത്രയൊന്നും പറയണ്ടേന്നില്ല. ഒന്നില്ലെങ്കിലും മാപ്പി എമ്മയല്ലേ? നിങ്ങളെ ഓലും കട്ടിപ്പിടിച്ചിങ്ങാണ് ഇവിടെ ഇരുന്നോളി. ഞാനും തന്നെ മാസങ്ങളായി ഇത് പറയാനൊരു ചാൻസ് നോക്കി നടക്കണേ. ഇപ്പൊ ഏതായാലും ഉമ്മയായിട്ട് അതിനൊരു അവസരം തന്നു. ഓല് ഇവിടുന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകാനാ? നമുക്കൊന്നും കൂടി ആലോചിച്ചിട്ട് തീരുമാനം എടുത്താ പോരാ? എല്ലാം അറിയണേ, നിങ്ങൾ തന്നെ ഇത് പറയണം. കടയിലത്തെ സ്റ്റാഫിന്റെ അക്കോമഡേഷൻ ഇനി നമ്മൾ എന്താ ചെയ്യാ? അല്ലെങ്കിൽ തന്നെ കച്ചവടല്ല. ഇനി ഓൽക്കും വേണ്ടിങ്ങാണ്ട് ഒരു സംഖ്യ കളയാൻ ഞാനില്ല. അപ്പേ ഞാൻ ഏതായാലും ആലോചിച്ചെടുത്തൊരു വഴിയാണ്. ഈ വീട് ഓൽക്കാണ് സെറ്റാക്കി കൊടുക്ക. അല്ല, ഓൽക്ക് മക്കള് വേറെ 2 എണ്ണല്ലേ? ഓല് നോക്കട്ടെ വാപ്പാനും ഇമ്മാനൊക്കെ.
ഏകദേശം ഇപ്പൊ എന്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്ത പ്ലാൻ എന്താ നിന്റെ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഷാനുക്ക. എൻ്റെ അമ്മാൻ്റെയും സങ്കടങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്കൊരു ജീവിതം വേണ്ടേ? എനിക്ക് വേണ്ടി ചാവാൻ നിൽക്കണം. ഓളെ ഞാനെങ്ങനെ മറക്കാം? ഇജ്ജ് നല്ലൊരു ലെവലിൽ എത്തുന്നുള്ള ഉറപ്പുണ്ടാർക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓളെ വാപ്പാൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാം. കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് വരണം. സ്വന്തമായിട്ട് എന്തെങ്കിലും പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. കച്ചവടമൊക്കെ നല്ലതാ. ഉയരാനും മുടിയാനും അത് മതി. ശ്രദ്ധിക്കണം. ഇനി മുടിയാനൊന്നും ബാക്കിയില്ല. നമുക്ക് ടെൻഷനും ഇല്ല. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. എന്നാ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. ബാക്കി പടച്ചോ നോക്കിക്കോളും. എന്തായാലും ക്ലിക്കാവാൻ കുറച്ച് ടൈം കുടിക്കും. അതിന്റെ മുന്നേ പെരീന്ന് ഇറങ്ങേണ്ടി വന്നാല് ഓളെ ഞാൻ എന്താ ചെയ്യാ? ഒക്കെ പ്രശ്നം തന്നെ. എത്രയും പെട്ടെന്ന് എന്താ ചെയ്യണം. എന്താ സംഘ? എന്താ സംഭവം? ഈ ഒരു എഴുത്തു എഴുതി വെച്ചിട്ടേ ഓൻ പോയി. ആര്? നമ്മളെ ഇർഷാദോ? ആ ഇനിയിപ്പോ ആ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് തെരഞ്ഞു വരുവാവോ? പ്രിയപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളോടൊന്നും ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ്. നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തിയിട്ടേ ഇനി ഞാൻ മടങ്ങി വരൂ. അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ പോകുന്നു. നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ആലോചിച്ച് ബേജാറാകണ്ട. ഈ കത്തിനോടൊപ്പം ഞാൻ വെച്ചിട്ടുള്ള മാല നിങ്ങൾക്കുള്ളതാണ്. അത് വിറ്റിട്ടോ പണം വെച്ചോ തൽക്കാലം കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു 6 മാസം കൊണ്ട് ഞാൻ നമ്മുടെ വീടും പറമ്പും തിരിച്ചെടുത്ത് തരും എന്ന് നിങ്ങളുടെ സ്വന്തം മകൻ ഇർഷാദ്. അതെ, ഓൻ കാര്യമായിട്ട് എന്തോ തടഞ്ഞവന്. അത്രയും സെക്യൂരിറ്റി ഉള്ള വീട്ടിൽ നിന്ന് ആ പെൺകുട്ടിനെയും കൊണ്ടുപോകാൻ ചാടണമെങ്കിൽ ഓൻ ഭയങ്കര ബളവനവന്. പടച്ചോനെ, ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. മോമിനും എൻ്റെ അഞ്ചന്മാരും ഞാൻ എന്ത് പറഞ്ഞ സമാധാനിപ്പിക്കും. അസാ, എനിക്ക് ആകെ എന്തേലും ഒരു മോളേനും ഓളെ കല്യാണം നാടറിഞ്ഞ് നടത്തണമെന്നേനും ഞാൻ വിചാരിച്ചിരുന്നത്. അതാണ് ഇപ്പൊ ഇല്ലാണ്ടായിക്കണത്. അല്ല, എന്റെ മാനെ പറഞ്ഞിട്ടും കാര്യമല്ല. ഓ ആദ്യം മാന്യത്തെ ചോദിച്ചതിനും ഓ എന്റെ മകന്റെ ഒപ്പം പോയപ്പോ ഇത് 100 പവനും കൊണ്ടാ പോയത്. അത് ഓന്റെ ബുദ്ധിയാണോ അതോ എന്റെ മകളെ ബുദ്ധിയാണോ എന്ന് എനിക്കറിയില്ല. ആരെ ബുദ്ധിയാണെന്ന് ശരി, സ്വർണം പോയാ മാമിനൊരു ചുക്കുമില്ല. പക്ഷെ മാനം പോയാ മാമ പൊറുക്കൂല. ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടേ ഞാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പത്തിനല്ല ഇപ്പൊ ഈ കുട്ടികളി പരിപാടി കാട്ടിയിരുന്നു. കുട്ടിയാക്കൊരു തെറ്റ് പറ്റി. ഓലെ കണ്ടെത്തിയിട്ടേ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഇത് സങ്കടപ്പെടണ്ട. അതിന് അങ്ങനെ എനിക്ക് ഇനി ഒരു മകളില്ല. എന്റെ മകനോട് ഞാൻ ചിലപ്പോ പുറത്തു തരും. പക്ഷെ എന്റെ മകളോട് ഞാൻ പൊറുക്കൂല. വീണടാ. അല്ല ഷാനോ, അനക്ക് വല്ലതും അറിയോ? കേട്ടിട്ട് കജുങ്ങാലും പറക്കും. ഞാനും ഇപ്പോഴാണ് അറിയണത്. ഓനെ എന്തെങ്കിലും ഒന്ന് കാണാതെ ഇറങ്ങി തിരിച്ചു കേട്ടോ. വ്യക്തമായ ഒരു പ്ലാൻ ഓൻ എന്തായാലും ഉണ്ടാവും. ഓനാരാ മോൻ? ബിസിനസ് പ്ലാനുകളൊക്കെ ഒരുപാടുണ്ട്. ക്ലിക്കാവും ചെയ്യും. പക്ഷെ ഇവിടെ അല്ല, ബാംഗ്ലൂരോ ചെന്നൈയോ. പക്ഷെ ഫണ്ട് അത്യാവശ്യം വേണം. എന്നാ വേഗം സെറ്റിൽ ആവാം. പരിപാടിയൊക്കെ ഞാൻ കണ്ടുവെച്ചിരിക്കുന്നു. ഫണ്ട് തന്നെയാണ് പ്രശ്നം. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പണം എങ്ങനെയും സോപ്പ് ഇട്ടിട്ട് ആധാരം എടുക്കാനായിരുന്നു. അത് പണയം വെച്ചിട്ട് എന്തെങ്കിലും പരിപാടി തുടങ്ങാനായിരുന്നു എൻ്റെ പ്ലാൻ. ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഫണ്ട് ഉണ്ടാക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എൻ്റെ പെണ്ണ് മേറിനെ ഓളെ വാപ്പ ചുരുങ്ങിയത് ഒരു 50 പവനെങ്കിലും കെട്ടിക്കാടുത്ത് വെച്ചിട്ടുണ്ടാവും. അത് ഉറപ്പാ. കാരണം മൂപ്പരുടെ ഒറ്റ മോളാണ് അവള്. അത് മോശമാക്കൂല മൂപ്പര്. അപ്പൊ പെട്ടെന്നൊരു ഒളിച്ചോട്ടം സെറ്റാക്കിക്കോ. അപ്പൊ എൻ്റെ ബാധ്യത തീരും ചെയ്യും, എനിക്കോളെ കിട്ടും ചെയ്യും. ഇത് നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് പടച്ചവൻ കൂടെ ഉണ്ടാവും ചെയ്യും.